റിപ്പോർട്ട്. യെസ്, അപ്പൊ നമ്മുടെ ക്ലാസ് 8 മക്കളെല്ലാവരും ആനുവൽ എക്സാമിന് വേണ്ടി ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ കുറെ ആളുകൾ ഭയങ്കര ടെൻഷൻ അടിച്ച് മിസ് എങ്ങനെയായിരിക്കും എക്സാം ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, എങ്ങനെയായിരിക്കും എഴുതുക എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടാവും. പക്ഷെ കുറച്ച് പേര് ഇങ്ങനെ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട. എജുപോർട്ട് നിങ്ങളെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് നല്ല ഗംഭീരമായിട്ട് നമ്മുടെ പിതാക്ക പ്രായശ്ചിത്ത് എന്ന് പറയുന്ന ഒരു സംസ്മരം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് വേഗം നോക്കിയാലോ. എല്ലാവരും റെഡിയാണോ? അപ്പൊ നമുക്ക് വേഗം നോക്കാം അല്ലെ, എന്തൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. നോക്കിക്കോളൂ. വ झूठ बोला, कार तैयार नहीं थी इसलिए देर हो गई. इस तरह झूठ बोलना क्या सही है, क्यों? അപ്പൊ നമ്മുടെ അരുൺ ഗാന്ധി അവിടെ കുറച്ച് കള്ളത്തരം പറയുന്നുണ്ട് അല്ലെ. കാർ തയ്യാർ നഹി ഹുവാ ഥാ, കാർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഇസ്ലിയേ ദേർ ഹോ ഗയി, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയതെന്ന് പറയുന്നുണ്ട്. ഇസ് തര, ഇതുപോലെ കള്ളം പറയുന്നത് ശരിയാണോ? ക്യൂ, കള്ളം പറയുന്നത് ശരിയാണോ? ഇതുപോലെ നിങ്ങളൊന്ന് പറഞ്ഞേ, കള്ളം പറയാൻ പാടില്ല അല്ലെ, നമ്മൾ ലൈഫിൽ കള്ളം പറയരുത്. झूठ नहीं बोलना है. അപ്പൊ നോക്കിക്കോ, झूठ बोलना कभी भी सही नहीं है. കള്ളം പറയുന്നത് ഒരിക്കലും ശരിയല്ല. क्योंकि यह एक बुरी आदत है, ഇതൊരു വളരെ മോശമായിട്ടുള്ള ഒരു ശീലമാണ്. झूठ बोलने से तत्काल फायदा हो सकता है. നമ്മൾ കള്ളം പറയുന്ന സമയത്ത് നമുക്ക് ആ സാഹചര്യത്തിൽ ചിലപ്പോൾ അത് നമുക്ക് എന്താവും, ഉപകാരമായിട്ടുണ്ടാവും. പക്ഷേ ലേക്കിൻ इससे भविष्य में नुकसान ही होगा. അതുകൊണ്ട് നമുക്ക് പിന്നീട് നോക്കുന്ന സമയത്ത് അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടായിരിക്കും നമ്മളെ ബാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, इससे भविष्य में नुकसान ही होगा. ഇതിൽ നമുക്ക് ഭവിഷ്യമേ, നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. मणिलाल गांधी के इस निर्णय से आप सहमत है, क्यों? അപ്പൊ നമ്മുടെ മണിലാൽ ഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്, ഘർ തക്, വീട് വരെ, 18 മീൽ, 18 മീലോളം യാത്ര കാൽനടയായിട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ ഇതിന് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം, ആ ഒരു നിർണയത്തിനോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്? ക്യൂ, എന്തുകൊണ്ടാണ് നോക്കാം. മണിലാൽ ഗാന്ധി കാ യഹ് നിർണയ ബിൽക്കുൽ സഹി ഹെ. നമ്മുടെ മണിലാൽ ഗാന്ധിയുടെ ആ ഒരു തീരുമാനം കംപ്ലീറ്റ്ലി എന്താണ്, ശരിയാണ്. ക്യോങ്കി ബേട്ടെ കി ഗൽത്തി കാ കാരൺ വേ അപ്നെ കോ മാൻതേ ഹെ. നമ്മുടെ മകൻ ചെയ്തതിന്റെ ആ ഒരു തെറ്റ് അദ്ദേഹത്തെ തന്നെയാണ് കുറ്റക്കാരനായിട്ട് കാണുന്നത്. ഇസ്കെ ദ്വാര ഉൻഹോനെ അപ്നെ ബേട്ടെ കോ അപ്നി ഗൽത്തി പർ സോച്ച് വിചാർ കർനെ കാ മൗകാ ദിയാ. അപ്പൊ അദ്ദേഹം എന്താണ്, അദ്ദേഹം ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ പിതാക്ക പ്രായശ്ചിത്ത്, മകൻ പറഞ്ഞ കള്ളത്തിനുള്ള ഒരു പ്രായശ്ചിത്തമായിട്ടാണ് അദ്ദേഹം അത്രയും ദൂരം കാൽനടയായിട്ട് യാത്ര ചെയ്തത്. അപ്പൊ അവിടെ അദ്ദേഹത്തെ കുറ്റക്കാരനായിട്ട് കാണുന്നതിന്റെ കൂടെ തന്നെ മകൻ ആ തെറ്റ് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കൂടെ കൊടുക്കുകയാണ് അല്ലെ. വ അപ്നി ഗൽത്തി സോച്ച് വിചാർ കർണേക്ക. അപ്പൊ പറഞ്ഞത് ശരിയാണോ, അവൻ എന്തുകൊണ്ട് അങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ, അങ്ങനെ ഒരുപാട് ചിന്തകൾ അവൻ ഇങ്ങനെ ചിന്തിച്ച് അവൻ പറഞ്ഞത് ശരിയോ തെറ്റോ ആണോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മണിലാൽ ഗാന്ധി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് വളരെ ശരി തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കാം കേട്ടോ. നോക്കിക്കോളൂ. പിതാക്ക പ്രായശ്ചിത്ത് സംസ്മരൺ കാ യഹ് അംശ പഠിയ ഒരു പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയ. നമ്മളോട് പിതാക്ക പ്രായശ്ചിത്ത് എന്ന് പറയുന്ന ഭാഗം അല്ലെ, നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം തന്നിട്ടുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. സജാ രഹനെ കെ ബാദ് ഭി മേ ഷായദ് झूठ बोलने की अपनी आदत नहीं बदलती होगी. എപ്പോഴെങ്കിലും ശിക്ഷ കിട്ടുകയാണ്, ഞാൻ കള്ളം പറഞ്ഞതിന് എന്നെ അടിക്കുകയോ അല്ലെ തൊഴുകയോ അങ്ങനെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ശിക്ഷകൾ എനിക്ക് നൽകിയിരുന്നു എങ്കിൽ ഞാൻ ഈ ഒരു ശീലം ഒരിക്കലും നിർത്തുമായിരുന്നില്ല. परंतु इस अहिंसात्मक घटना का मेरे ऊपर बहुत गहरा असर पड़ा. പക്ഷെ ഈ ഒരു കാര്യം, അച്ഛൻ ഈ ചെയ്തിട്ടുള്ള കാര്യം എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എന്തായി, ഇമ്പാക്ട് ഉണ്ടാക്കി. मुझे लगता है जैसे यह घटना कल ही घड़ी हो. എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഘടന ഇന്നലെ നടന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അഹിംസാക്കി യഹി ശക്തി ഹെ. അഹിംസയുടെ ശക്തി എന്ന് പറയുന്നത് ഇതാണെന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ. സഹി വാക്യ ചുൻകർ ലിഖേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അരുൺ ഗാന്ധി ആശ്രം മേ രഹതാ ഹെ, അരുൺ ഗാന്ധി ആശ്രം മേ രഹതാ ഹൂ, അരുൺ ഗാന്ധി ആശ്രയം മേ രഹതി ഹൂ, അരുൺ ഗാന്ധി ആശ്രം മേ രഹതി ഹോ. ഗ്രാമർ ആണ്, നോക്കാം ഏതാണ് കറക്റ്റ് ആയിട്ട് വരാ. രഹതാ ഹും
വരുമോ? ഇല്ല. रहता हूं വരണമെങ്കിൽ തുടക്കത്തിൽ എന്ത് മേ വരണം അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. അരുൺ ഗാന്ധി ആശ്രം മേ രഹത്തി ഹോ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ആ പ്ലൂറൽ ആണ്. പക്ഷെ അരുൺ ഗാന്ധി എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയാണ്. അപ്പൊ ഇതും അല്ല. ഓക്കെ, ഇനി അരുൺ ഗാന്ധി ആശ്രം മേ രഹത്തി ഹെ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു സ്ത്രീലിംഗം അല്ലെ. അവിടെ സ്ത്രീ വചനമൊക്കെ വരുന്ന സമയത്താണ് അവിടെ വരിക. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അരുൺ ഗാന്ധി ആശ്രം മേ രഹത്താ ഹെ എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സംസ്മരൺ കേസേ ലഗ? നമ്മളോട് ചോദിക്കുകയാണ്, സംസ്മരൺ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനെ ഉണ്ടായിരുന്നു? പുത്രക്ക് ഗൽത്തി पर पिता ने अपने आप को सजा दी. പുത്രന്റെ അതായത് മകന്റെ ആ ഒരു തെറ്റില് അച്ഛനെ തന്നെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. इसी दर्द के एहसास से अरुण गांधी ने यह निर्णय लिया मैं कभी झूठ नहीं बोलूंगा. ഈ ഒരു ഞാൻ തെറ്റ് ചെയ്തു അല്ലെ, ആ ഒരു ദർദ്, ആ ഒരു വേദന കാരണം അദ്ദേഹം കബി झूठ नहीं बोलूंगा, ഞാൻ ഇനി ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. अपना दर्द व दोस्त में भांडे बिना नहीं रह सकता. ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് അവന്റെ ആ ഒരു വേദന അവന്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യേണ്ടതായിട്ട് വന്നു. ഉസ്നെ മിത്ര കോ പത്ര ലിഖാ വ പത്ര കൽപ്പന കർക്കെ ലിഖെ. അവന്റെ സുഹൃത്തിന് ഒരു ലെറ്റർ എഴുതാണ്. ആ ലെറ്റർ നമ്മളോട് ഒന്ന് അല്ലെ കൽപ്പന കർക്കി ഇമാജിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലെറ്ററിന്റെ ഫോർമാറ്റ് നമ്മൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. ലെറ്ററിന്റെ ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ലെറ്ററിന്റെ ഫോർമാറ്റ് എന്താണ്? ഒരു ബോക്സ് നിർബന്ധമായിട്ട് വരച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇപ്പൊ നമ്മള് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ആൻസർ ഷീറ്റ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, അപ്പൊ അതിലൊരു പിശുക്കും വിചാരിക്കരുത്. അപ്പം ആദ്യമേ പറയാണ്, പിശുക്ക് വിചാരിക്കരുത്. നമുക്ക് ഒരുപാട് ഡിസ്കോഴ്സുകൾ പഠിക്കാനുണ്ട്. ഡയറി, ലെറ്റർ, അതുപോലെ പോസ്റ്റർ, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കുന്ന സമയങ്ങളിൽ നമ്മളെ ഒരിക്കലും ഈ ആൻസർ ഷീറ്റിന്റെ ലാസ്റ്റിൽ 3 4 ലൈനിൽ പോയി ബോക്സ് വരച്ചിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ പോയിട്ട് അടുത്ത പേജിൽ കൊടുത്തിട്ടൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു പുതിയ പേപ്പർ എടുക്കുക. അപ്പൊ ഡയറി ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും ആ ഫോർമാറ്റ് നല്ല ഭംഗിയിൽ ഒരു ബോർഡർ, അതായത് ഒരു ബോക്സ് ഒക്കെ വരച്ച് എവിടെ എന്താണ് എഴുതേണ്ടത് അത് നീറ്റായിട്ട് ഗ്യാപ്പ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയിൽ തന്നെ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പായിരിക്കും. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ പ്ലേസും ഡേറ്റും ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. പ്ലേസും ഡേറ്റും ആദ്യം ബോക്സ് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണോ ലെറ്റർ എഴുതുന്നത് ആ സ്ഥലത്തിന്റെ പേര്, അതുപോലെ തന്നെ ആ ലെറ്റർ എഴുതുന്ന ഡേയും കൂടെ എഴുതാം. അതിനുശേഷം പ്രിയ മിത്ര, പ്രിയ സുഹൃത്തെ. ഇപ്പൊ നമ്മൾ അഭിസംബോധന ചെയ്യണം അല്ലെ. പ്രിയ സുഹൃത്തെ അല്ലെ പ്രിയ ഹരിത, നിങ്ങൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അവരെ നിങ്ങൾ എന്താണോ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കൊടുക്കാം. നമസ്കാർ, ഒരു ഗ്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നോക്കൂ, തും കേസേ ഹോ, സോച്ച്താ ഹോ, കുശൽ സേ ഹോ. ഇന്നെ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഇൻട്രൊഡക്ഷൻ വേണം അല്ലെ. അപ്പൊ നിന്റെ സുഖം, നമ്മൾ മലയാളത്തിലാളെ എങ്ങനെ കൊടുക്കും? നീ സുഖം പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ സുഖമാണോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു, അവിടെ എന്തൊക്കെ വിശേഷം, ഇവിടെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ. സെയിം കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിലും പറയാൻ നോക്കിക്കോളൂ. തും കേസേ ഹോ, നീ എങ്ങനെ ഇരിക്കുന്നു? സോച്ച്താ ഹോ, കുശൽ സേ ഹോ. ഞാൻ ചിന്തിക്കുകയാണ് നീ നല്ല ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ്, സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഹം യഹാ ടർബൻ മേ ഖുശി സേ ജീ രഹേ ഥേ. ഞങ്ങൾ ഇവിടെ ടർബനിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. അപ്നെ ജീവൻ കി ഏക് വിശിഷ്ട ബാത് ബതാനെ കേ ലിയേ മേ യഹ് ചിട്ടി ലിഖ് രഹാ ഹൂം. ഞാൻ എന്റെ ജീവിതത്തിലെ ഒരുപാട് നല്ല ഒരു സംഭവത്തിനെ കുറിച്ച്, എന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് നിന്നോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കത്ത് എഴുതുന്നത്. കൽ പിതാജി കോ മേരി ഗൽത്തി പർ പ്രായശ്ചിത് കർണാ പടാ. ഇന്നലെ അച്ഛന് എന്റെ ഗൽത്തി, ഞാൻ ചെയ്ത തെറ്റിന് അച്ഛന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതായിട്ട് വന്നു. ഹുവാ യാ കി പിതാജി കോ ഷഹർ മേ കൽ എക് മീറ്റിംഗ് थी. എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇന്നലെ അച്ഛന് ഷഹറിൽ, അതായത് പട്ടണത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഉനെ മേരെ കാർ സെ ഷഹർ ചോടാ. ഞാൻ അദ്ദേഹത്തെ കാറിൽ അവിടെ പറഞ്ഞു വിട്ടു. ഷാം 5 ബജെ ഉന്നെ ലേനെ ജാനാ ഥാ. വൈകുന്നേരം 5 മണിയാകുമ്പോൾ അദ്ദേഹത്തിന് വിളിക്കാൻ പോണായിരുന്നു. ലേക്കിൻ ബെൻ ജോൺ കാ സിനിമ ദേക്കർ മേ സമയ ഭൂൽ ഗയാ. പക്ഷെ സിനിമ കണ്ടിട്ടില്ലേ, ബെൻ ജോണിന്റെ സിനിമ കണ്ടിട്ട് ഞാൻ സമയം മറന്നുപോയി. ദേരി കെ കാരൻ പൂച്ച്നെ പർ ജൂട്ട് ബോലാ കി കാർ ടീക് കർക്കെ ഗാരേജ് സെ നഹീ മില. അപ്പൊ ലേറ്റ് ആയ സമയത്ത് ഞാൻ സിനിമ കാണാൻ പോയി എന്ന് പറയാൻ ഉള്ള ഒരു മടി കാരണം ഞാൻ എന്ത് ചെയ്തു? അച്ഛനോട് കള്ളം പറഞ്ഞു, കാറ് റെഡി ആവാനായിട്ട് കുറച്ച് ലേറ്റ് ആയി എന്ന് പറഞ്ഞു.
ലേക്കിൻ പിതാജി ബാത് പെഹലെ ഹി സമജ് ഗയേ थे. പക്ഷെ അച്ഛൻ എന്ത് ചെയ്യും, ആദ്യമേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിതാജിനെ മേരെ ജൂട്ട് കോ അപ്നി ഗൽത്തി മാന. പിതാജി അച്ഛൻ എന്റെ തെറ്റിനെ, ഞാൻ പറഞ്ഞ ആ ഒരു കള്ളത്തെ അച്ഛന്റെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത്. പ്രായശ്ചിത് കർത്തെ ഹുയെ ഘർ തക് കാ രാസ്ത പൈദൽ ചലെ. അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് ആ പോകുന്ന വഴി മുഴുവൻ എന്ത് ചെയ്തു, കാൽനടയായി യാത്ര ചെയ്തു. യേ ദേഖർ മുझे बहुत दुख हुआ. ഇത് കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് ദുഃഖം വന്നു. मैं यह निश्चय किया हूँ कि आइंदा झूठ नहीं बोलूंगा. അച്ഛനല്ലേ, ഇനി അച്ഛൻ ഇങ്ങനെ പ്രായശ്ചിത്തം ചെയ്തത് കൊണ്ട് ഞാൻ ഇനി ലൈഫിൽ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ എത്തി. अगर पिताजी मुझे कोई सजा दी होती तो मैं ऐसा कोई निर्णय नहीं लेता. അഗർ ചിലപ്പോ അച്ഛൻ എന്നെ എന്തെങ്കിലും ശിക്ഷിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് തന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഇത് ഇങ്ങനെ ഈ ഒരു നിർണയത്തിൽ, ഈ ഒരു തീരുമാനത്തിൽ എത്താൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. മേ യേ ഘടന കഭി നഹീ ബോലൂംഗാ. ഞാൻ ഈ ഒരു സംഭവം ഒരിക്കലും മറക്കില്ല. ഉസ്കി യാദ് ജിന്ദഗി മേ മുझे സഹി രാസ്തേ പർ ജറൂർ ലേ ജായേഗി. ഈ ഒരു കാര്യം, ഈ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ എന്നെ എപ്പോഴും എന്ത് ചെയ്യും, സഹിയായിട്ടുള്ള ശരിയായിട്ടുള്ള വഴിയിലൂടെ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. പിന്നെ ഇവിടെ ലാസ്റ്റ് നമ്മൾ അപ്ന ദോസ്ത്, പ്രിയ സുഹൃത്ത് അരുൺ ഗാന്ധി, ആരാണോ ലെറ്റർ എഴുതുന്നത് ആ ആളുടെ പേര് കൊടുക്കുക. ആൻഡ് പിന്നെ സൈനും കൂടെ കൊടുത്താൽ നല്ലതാണ്, അക്ഷരം കൂടെ കൊടുക്കുക. ലാസ്റ്റ് ഇവിടെ നമ്മൾ സേവാമേ, അതായത് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് വരച്ചിട്ട് അഡ്രസ്സും കൂടെ കൊടുക്കാം. ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് ആ ആളുടെ 2 അഡ്രസ്സും കൂടെ കൊടുക്കുക. അപ്പൊ ലെറ്റർ എന്ന് പറയുന്ന സമയത്ത് നല്ലൊരു ബോക്സ് വരയ്ക്കുക. ആദ്യം നമ്മൾ പ്ലേസ് എഴുതുക, ഡേറ്റ് എഴുതുക, അതിന് ശേഷം നമ്മൾ അഭിസംബോധന ചെയ്യുക. പിന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, സുഖമാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ എന്തിനാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത് ആ കാര്യങ്ങളൊക്കെ കൊടുത്ത് ലാസ്റ്റ് ലെറ്റർ എഴുതുന്ന ആളുടെ പേര് കൊടുക്കുക, സൈൻ കൊടുക്കുക. ആൻഡ് നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് ആ ആളുടെ 2 അഡ്രസ്സും കൂടെ കൊടുക്കുക. സേവാമേ 2 അഡ്രസ്സും കൂടെ കൊടുക്കുക. ക്ലിയർ ആണ്? അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു പേജിൽ തന്നെ കൊള്ളുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താ ലെറ്റേഴ്സ് എഴുതാനായിട്ട് നോക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, റെഡി? ക്ലിയർ ആണോ? അപ്പൊ പത്ര, നമ്മുടെ ലെറ്റർ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട്, അപ്പൊ നോക്കിക്കോളൂ. അപ്നി ഗൽത്തി പർ പിതാ കോ പ്രായശ്ചിത് കർത്തെ ദേഖ് അരുൺ ഗാന്ധി കോ ബഹുത് ദുഃഖ് ഹുआ. അദ്ദേഹത്തിന്റെ തെറ്റില് അച്ഛൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യുന്നത് കണ്ട സമയത്ത് അരുൺ ഗാന്ധിക്ക് വളരെ സങ്കടം തോന്നി. ഉസ്നെ കഭി ജൂഡ് ന ബോൽനെ കാ നിർണയ ലിയ. ഇനി ഒരിക്കലും ഞാൻ കള്ളം പറയില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ അദ്ദേഹം എത്തി. അരുൺ ഗാന്ധിക്ക് ഉസ് ദിൻ കി ഡയറി ലിഖി. അരുൺ ഗാന്ധിയുടെ അന്നേ ദിവസത്തെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ ഡയറി നമ്മൾ എഴുതുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഡയറി എഴുതാന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് ഡേറ്റ് നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. ബാക്കി നോക്കാം. ആജ് മേ പിതാജി को മീറ്റിംഗ് के लिए कार में शहर ले गया. ഇന്ന് ഞാൻ അച്ഛന് മീറ്റിംഗിന് വേണ്ടി അച്ഛനെ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. बताए गए कामों को निपटाकर 5 बजे उन्हें लेने जाना था. പറഞ്ഞ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 മണിയാവുമ്പോൾ അച്ഛനെ വിളിക്കാനായിട്ട് പോകണമായിരുന്നു. लेकिन फिल्म देखते रहने से उन्हें लेने में समय पर वहां पहुंच न सका. പക്ഷെ സിനിമ കാണാൻ പോയതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിക്കാനുള്ള കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിന് അവിടെ വിളിക്കാനായിട്ട് പോകാൻ പറ്റിയില്ല. പിതാജി ബേസബ്രി സേ മേരാ ഇന്തിസാർ കർ രഹേ थे. അച്ഛൻ വളരെ കൂളായിട്ട് അല്ലെ, ഭയങ്കര പേഷ്യന്റ് ആയിട്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. उनके पूछने पर मैं झूठ बोला कि कार तैयार नहीं थी इसलिए देर हो गई. അച്ഛൻ ചോദിച്ചപ്പോ കാർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത് എന്നുള്ള കള്ളം പറഞ്ഞു. ലേക്കിൻ പിതാജി അസ്ലിയത് ജാൻ ചുക്കേ थे. അച്ഛന് ആ സത്യം അറിയാമായിരുന്നു. मेरे झूठ पर प्रायश्चित करते हुए पिताजी ने घर तक की 18 मील दूरी पैदल चलकर तय किया. അപ്പൊ അച്ഛൻ എന്റെ കള്ളത്തിനുള്ള പ്രായശ്ചിത്തമായിട്ട് അവിടെ നിന്ന് വീട് വരെ 18 മൈലോളം ദൂരം അദ്ദേഹം കാൽനടയായി യാത്ര ചെയ്ത് അതിന് തീരുമാനമെടുത്തു. ओके, मैं उनके पीछे धीमी गति से कार चलाकर घर पर पहुंचा. ഞാൻ അദ്ദേഹത്തിന്റെ പുറകെ വളരെ മെല്ലെ സ്ലോലി അദ്ദേഹത്തിന്റെ പുറകെ കാറിൽ യാത്ര ചെയ്ത് വീട്ടിലെത്തി. इस घटना से दुखी होकर मैंने कभी झूठ न बोलने का निर्णय लिया. ഞാൻ ഇനി ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ള ഒരു തീരുമാനം ഈ ഒരു ഘടനയ്ക്ക് ശേഷം എടുത്തു. आज का ये विशेष दिन मैं कैसे भूलूं. ഇന്നത്തെ വിശേഷപ്പെട്ട ഈ ഒരു ദിവസം ഞാൻ എങ്ങനെ മറക്കും? ക്ലിയർ ആണോ? അപ്പൊ ഡയറി എന്നുള്ള പറയുന്ന കാര്യവും നമ്മൾ ബോക്സ് നല്ല ഭംഗിയിൽ വരയ്ക്കുക, അതുപോലെ
അതുപോലെ ഡേറ്റും ഡേയും എഴുതാം. അത് ലെഫ്റ്റോ റൈറ്റോ എവിടെയാന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ എഴുതാം. ഡേറ്റും ഡേയും നിർബന്ധമായിട്ടും എഴുതാം. അതിന്റെ കൂടെ ആ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയായിരുന്നു, സങ്കടം നിറഞ്ഞ ദിവസമായിരുന്നു അല്ലെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു, ആ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് എഴുതിയിട്ട് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡയറി എഴുതാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പിതാക്ക പ്രായശ്ചിത് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ എക്സാമിനെ കുറിച്ച് ആലോചിച്ച് മിസ്സിന്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇതാ നമ്മുടെ എജുപോർട്ട് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇന്ന് ഒരുമിച്ച് പഠിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.